എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്നൊരു ഷെർലക് ഹോംസ് കഥയാവാം. സർ ആർതർ കോനൻ ഡോയിൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകളിലെ കാണാതായ പന്തയ കുതിര സിൽവർ ബ്ലേസ്. ഒരു ദിവസം രാവിലെ ഭക്ഷണ സമയത്ത് ഷെർലക് ഹോംസ് എന്നോട് പറഞ്ഞു, എനിക്ക് ഡാർക്ക് റൂമിലേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു വാട്സൺ. എനിക്ക് പരിഭ്രമം ഉണ്ടായില്ല. ഹോംസിൻ്റെ മനസ്സിലിപ്പോഴുള്ള ഒരേയൊരു പ്രശ്നം വെസക്സ് കപ്പിൽ 1ാം സ്ഥാനത്തെത്തുമെന്നുറപ്പുള്ള പന്തയക്കുതിരയുടെ തിരോധാനവും അതിൻ്റെ ശിക്ഷകൻ്റെ കൊലപാതകവുമാണ്. അതുകൊണ്ട് ഹോംസ് സംഭവസ്ഥലത്തേക്ക് പോകുന്നുവെന്ന വാർത്ത ഞാൻ പ്രതീക്ഷിച്ചിരുന്നതും കേൾക്കാൻ ആശിച്ചതും തന്നെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടെ വരാൻ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട വാട്സൺ, അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതും. നിങ്ങളുടെ യാത്ര വൃഥാവിലാവുകയില്ല. പാഡിങ്ടണിൽ നിന്ന് തീവണ്ടിയിൽ പോകാം. നിങ്ങളുടെ ആ ദൂരദർശിനി കൂടി എടുത്തോളൂ. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എക്സിറ്ററിലേക്ക് കുതിച്ചു പായുന്ന തീവണ്ടിയിലെ ഒരു ഫസ്റ്റ് ക്ലാസ് മുറിയിൽ ഞങ്ങളിരുന്നു. നമ്മൾ വളരെ വേഗത്തിലാണ് പോകുന്നത്. ജനലിലൂടെ വെളിയിലേക്കും തൻ്റെ വാച്ചിലേക്കും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മണിക്കൂറിൽ 53.5 മൈലാണ് വേഗത. സിൽവർ ബ്ലേസിൻ്റെ തിരോധാനവും ജോൺ സ്ട്രേക്കറുടെ മരണവും സംബന്ധിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഹോംസ് വിഷയത്തിലേക്ക് കടന്നു. ടെലഗ്രാഫിലും ക്രോണിക്കിളിലും വന്ന വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിലുപരി കിട്ടിയ തെളിവുകൾ ചികഞ്ഞു നോക്കി യുക്തമായതിനെ സ്വീകരിച്ച് തീരുമാനത്തിലെത്തേണ്ട കേസാണിത്. തികച്ചും അസാധാരണവും സമഗ്രവുമായ ദുരന്തം. വളരെ പേരെ വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നം. ഒട്ടനവധി ഊഹോപോഹങ്ങളും അനുമാനങ്ങളും സംശയങ്ങളും നമ്മെ വഴിതെറ്റിക്കുന്നുണ്ട്. റിപ്പോർട്ടർമാരുടെ കഥകളിൽ സത്യത്തിൻ്റെ ചട്ടക്കൂട് മാത്രം വേർതിരിച്ചെടുക്കുന്നതാണ് പ്രധാന കാര്യം. അതിൽ നിന്നും ശരിയായ അനുമാനത്തിലെത്തണം. എൻ്റെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് കുതിരയുടെ ഉടമസ്ഥൻ കേണൽ റോസിൻ്റെയും കേസന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറിയുടെയും കമ്പി സന്ദേശങ്ങൾ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് എനിക്ക് കിട്ടിയത്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് നിദാനമായ സംഭവങ്ങൾ ഓരോന്നായി വിവരിച്ച് പറയാം. പ്രശസ്തമായ ഐസോണമി വർഗത്തിൽപ്പെട്ട കുതിരയാണ് സിൽവർ ബ്ലേസ്. കഴിഞ്ഞ 5 വർഷങ്ങളായി പന്തയങ്ങളിലെല്ലാം അതിൻ്റെ ഭാഗ്യവാനായ ഉടമസ്ഥൻ കേണൽ റോസിനു വേണ്ടി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നു. വെസക്സ് മത്സരത്തിൽ 1ാം സ്ഥാനം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കുതിരപ്പന്തയ പ്രേമികളുടെ വാത്സല്യഭാജനമായിരുന്നു അത്. വമ്പിച്ച തുകകൾ അതിൻ്റെ മേൽ വാതുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. അടുത്ത ചൊവ്വാഴ്ച നടക്കുന്ന പന്തയത്തിൽ അത് പങ്കെടുക്കരുതെന്നാഗ്രഹിക്കുന്ന വളരെ പേർ കാണും. ഈ വിവരം കേണലിൻ്റെ കുതിരാലയം സ്ഥിതി ചെയ്യുന്ന കിങ്സ് പൈലാൻഡിൽ അറിവുള്ളതാണ്. അതുകൊണ്ട് കുതിരയുടെ സുരക്ഷിതത്വത്തിനു വേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തിരുന്നു. ശിക്ഷകൻ ജോൺ സ്ട്രേക്കർ മുൻപ് 5 വർഷക്കാലം കേണൽ റോസിൻ്റെ പന്തയക്കുതിരകളെ ഓടിച്ചിരുന്നയാളാണ്. ശിക്ഷകൻ്റെ ജോലി ഏറ്റെടുത്തിട്ട് 7 വർഷമായി. ശുഷ്കാന്തിയുള്ള സത്യസന്ധനായ ഒരു ജോലിക്കാരൻ. അയാളുടെ കീഴിൽ 3 പയ്യന്മാരുണ്ട് ജോലിക്കാരായി. ഒരാൾ രാത്രി കുതിരകൾക്ക് കാവലിരിക്കും. മറ്റുള്ളവർ തട്ടിൻപുറത്ത് കിടന്നുറങ്ങും. ആകെ 4 കുതിരകളാണുള്ളത്. വിവാഹിതനായ ജോൺ സ്ട്രേക്കർ ലായത്തിൽ നിന്നും 600 അടി അകലെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. ചുറ്റുമുള്ള പ്രദേശം മിക്കവാറും വിജനമെന്ന് പറയാം. 1/2 മൈലിനപ്പുറം വടക്കുമാറി ഒരു പറ്റം ചെറിയ വീടുകളുണ്ട്. 2 മൈൽ പടിഞ്ഞാറ് മാറിയാണ് താവിസ്റ്റോക്ക് എന്ന സ്ഥലം. വിശാലമായ ചതുപ്പ് നിലത്തിൽ നിന്നും 2 മൈൽ അകലെയായി വേറൊരു വലിയ കുതിരാലയവുമുണ്ട്, മേപ്പിൾട്ടൺ. ബാക്ക് വാട്ടർ പ്രഭുവിൻ്റെ വകയായ മേപ്പിൾട്ടൺ സിലാസ് ബ്രൗൺ എന്ന ആളിൻ്റെ മേൽനോട്ടത്തിലാണ്. മറ്റിടങ്ങളിലൊക്കെ വിജനമാണ്. ഇടയ്ക്കിടെ അലഞ്ഞു നടക്കുന്ന ജിപ്സികൾ അവിടെ താവളമടിക്കാറുണ്ട്. പതിവ് പോലെ അന്ന് വൈകുന്നേരം കുതിരകളുടെ വ്യായാമം കഴിഞ്ഞ് വെള്ളം കൊടുത്തിട്ട് രാത്രി 9 മണിക്ക് ലായം പൂട്ടി. ജോലിക്കാരിൽ 2 പേർ ശിക്ഷകൻ്റെ വീട്ടിൽ അടുക്കളയിൽ ചെന്ന് അത്താഴം കഴിച്ചു. ഒരാൾ നെഡ് ഹണ്ടർ എന്ന പയ്യൻ ലായത്തിൽ കാവലിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എഡിത്ത് ബാക്സ്റ്റർ എന്ന ജോലിക്കാരി അയാളുടെ അത്താഴം ലായത്തിൽ കൊണ്ടുകൊടുത്തു. തുറസായ ചതുപ്പ് നിലത്തിൻ്റെ മധ്യത്തിലുള്ള പാതവഴിയാണ് ജോലിക്കാരി വന്നത്. നല്ല ഇരുട്ടുള്ള രാത്രി. അവളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു.
രായത്തിൽ നിന്ന് ഉദ്ദേശം 90 അടി അകലെ എത്തിയപ്പോൾ ഇരുട്ടത്ത് നിന്നിരുന്ന ഒരാൾ മുന്നോട്ട് വന്ന് എഡിത്ത് ബാക്സ്റ്ററോട് നിൽക്കാൻ പറഞ്ഞു. അവളുടെ വിളക്കിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ അയാൾ മാന്യനെപ്പോലെ തോന്നിച്ചിരുന്നു. ചാരനിറത്തിലുള്ള കമ്പിളി ഉടുപ്പും മുട്ടോളം എത്തുന്ന പാദരക്ഷകളും തൊപ്പിയും അറ്റത്ത് ലോഹഗോളം ഘടിപ്പിച്ച വടിയുമായി അയാൾ നിന്നു. അയാൾക്ക് 30 വയസ്സിന് മേൽ പ്രായം കാണുമെന്ന് അവൾക്ക് തോന്നി. എനിക്ക് വഴിതെറ്റിപ്പോയി. ഇതെവിടെയാണെന്ന് പറയാമോ? ഈ ചതുപ്പ് നിലത്തിൽ തന്നെ ഉറങ്ങേണ്ടി വരുമെന്ന് വിചാരിക്കുമ്പോഴാണ് നിന്റെ വിളക്കു കണ്ടത്, അയാൾ പറഞ്ഞു. കിങ്സ് പൈലാൻഡ് കുതിരാലയത്തിനടുത്താണ് നിങ്ങൾ, അവൾ പറഞ്ഞു. ഓഹോ, അതു ഭാഗ്യമായി. അവിടെ ഒരു ജോലിക്കാരൻ രാത്രി കാവലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ അത്താഴമായിരിക്കും നിന്റെ കയ്യിലുള്ളതെന്ന് തോന്നുന്നു. കോട്ടിൻ്റെ കീശയിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് അയാൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഇതിനെ അയാൾക്ക് കൊടുക്കണം. അവൾ ഭയപ്പെട്ട് ലായത്തിലേക്ക് ഓടി. പതിവായി ആഹാരം കൊടുക്കുന്ന ജനാലയുണ്ട്, അത് തുറന്നു കിടന്നിരുന്നു. അവിടെ മേശയ്ക്കരികിലിരുന്ന ഹണ്ടറോട് അവൾ നടന്ന സംഭവം വിവരിച്ചു തുടങ്ങിയപ്പോൾ ആ അപരിചിതൻ വീണ്ടും അവിടെ എത്തി. ഗുഡ് ഈവനിങ്, ജനലിലൂടെ നോക്കി അയാൾ പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കിവിടെ എന്ത് കാര്യം? ഹണ്ടർ ചോദിച്ചു. തനിക്ക് പണം കിട്ടുന്ന കാര്യമാണ്, അയാൾ പറഞ്ഞു. വെസക്സ് കപ്പിലേക്ക് ഇവിടുത്തെ 2 കുതിരകൾ സിൽവർ ബ്ലേസും ബേയാർഡും മത്സരിക്കുന്നെന്ന് കേട്ടല്ലോ. വിവരമറിഞ്ഞാൽ മതി, തനിക്കതിൽ ഒരു നഷ്ടവും വരില്ല. ട്രെയിനിങ് സമയത്ത് ബേയാർഡ് സിൽവർ ബ്ലേസിനെ പിന്നാക്കമാക്കിയെന്നും അതിൻ്റെ മേലാണ് ഉടമസ്ഥൻ വാതുകെട്ടിയിട്ടുള്ളതെന്നും പറയുന്നത് ശരിയാണോ? അപ്പോൾ താനും ഒറ്റുകാരനാണല്ലേ? പയ്യന് ദേഷ്യം വന്നു. ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അയാൾ ലായത്തിലെ പട്ടിയെ അഴിച്ചുവിടാൻ പോയി. പെൺകുട്ടി വീട്ടിലേക്ക് ഓടി. ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ജനലിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കി നിൽക്കുന്നത് കണ്ടു. ഹണ്ടർ വേട്ടപ്പട്ടിയുമായി മടങ്ങി വന്നപ്പോൾ അയാൾ അപ്രത്യക്ഷനായിരുന്നു. കെട്ടിടത്തിന് ചുറ്റും തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും അവിടെയെങ്ങും കണ്ടില്ല. പയ്യൻ വാതിലടച്ചു പൂട്ടിയിട്ടാണ് പോയത്. ജനാല ഒരാൾക്ക് കടക്കാവുന്നത്ര വലിപ്പമുള്ളതല്ല. തൻ്റെ സുഹൃത്തുക്കൾ വരുന്നതുവരെ ഹണ്ടർ കാത്തിരുന്നു. അവരെത്തിയപ്പോൾ ശിക്ഷകനെ വിവരമറിയിച്ചു. അതുകേട്ട് അയാൾ പരിഭ്രമിച്ചു. വെളുപ്പിന് 1 മണിക്ക് ഉണർന്ന മിസ്സിസ് സ്റ്റേക്കർ കണ്ടത് തൻ്റെ ഭർത്താവ് പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ്. കുതിരകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലം ഉറക്കം വരില്ലെന്നും കുഴപ്പം വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ ലായത്തിലേക്ക് പോവുകയാണെന്നും അയാൾ പറഞ്ഞു. മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ അപ്പോൾ പോകരുതെന്ന അവരുടെ അപേക്ഷ അയാൾ ചെവിക്കൊണ്ടില്ല. വലിയ ഓവർകോട്ടെടുത്ത് ധരിച്ച് അയാൾ പുറത്തിറങ്ങി നടന്നു. രാവിലെ 7 മണിക്ക് മിസ്സസ് സ്റ്റേക്കർ ഉണർന്നപ്പോഴും ഭർത്താവ് തിരിച്ചു വന്നിരുന്നില്ല. അവർ ജോലിക്കാരിയെ കൂട്ടിക്കൊണ്ട് ലായത്തിലേക്ക് നടന്നു. കതക് തുറന്നു കിടന്നിരുന്നു. ഉള്ളിൽ ഒരു കസേരയിലിരുന്ന് ഹണ്ടർ സുഖമായി ഉറക്കമാണ്. സിൽവർ ബ്ലേസിൻ്റെ തൊഴുത്ത് ഒഴിഞ്ഞു കിടക്കുന്നു. ശിക്ഷകനെയും കാണാനില്ല. തട്ടിൻപുറത്ത് കിടന്നുറങ്ങിയിരുന്ന മറ്റു 2 ജോലിക്കാരെ അവർ വിളിച്ചുണർത്തി. രാത്രി അവർ ഒരു ശബ്ദവും കേട്ടിരുന്നില്ല. ഏതോ മയക്കുമരുന്ന് ഹണ്ടറിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നു. എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. അയാളെ വിട്ടിട്ട് അവർ കുതിരയെയും ശിക്ഷകനെയും അന്വേഷിക്കാൻ ആരംഭിച്ചു. രാവിലെ വ്യായാമത്തിനായി കുതിരയെ കൊണ്ടുപോയതായിരിക്കാമെന്ന് അപ്പോഴും അവർ വിശ്വസിച്ചു. കെട്ടിടത്തിന് സമീപമുള്ള ഒരു ചെറിയ കുന്നുകയറി നോക്കി. അവിടെ നിന്നാൽ ചതുപ്പുനിലമാകെ കാണാൻ കഴിയും. കുതിരയുടെ പൊടി പോലും അവിടെയെങ്ങുമില്ലായിരുന്നു. ലായത്തിൽ നിന്നും ഏകദേശം 1/4 മൈൽ അകലെയായി ഒരു കുറ്റിച്ചെടിയിൽ ജോൺ സ്റ്റേക്കറുടെ ഓവർകോട്ട് തൂങ്ങിക്കിടന്നിരുന്നു. ഭാരമുള്ള ഏതോ ആയുധം കൊണ്ടുള്ള അടിയേറ്റ് അയാളുടെ ശിരസ് തകർന്നു പോയിരുന്നു. തുടയിൽ മൂർച്ചയുള്ള ആയുധമേറ്റ നീണ്ട മുറിവും കാണപ്പെട്ടു. ആക്രമണകാരികളുടെ നേരെ സ്റ്റേക്കർ ശക്തമായ പോരാട്ടം നടത്തിയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. അയാളുടെ വലതുകൈയിൽ മുറുകെ പിടിച്ചിരുന്ന ചെറിയ കത്തിയുടെ പിടിവരെ രക്തം പുരണ്ടിരുന്നു. ഇടത്തെ കൈയിൽ ചുവപ്പും കറുപ്പും കലർന്ന നിറമുള്ള ഒരു മഫ്ലർ ഉണ്ടായിരുന്നു. തലേന്ന് താൻ കണ്ട അപരിചിതൻ കഴുത്തിൽ ചുറ്റിയിരുന്ന മഫ്ലറാണതെന്ന് ജോലിക്കാരി പറഞ്ഞു. ആ അപരിചിതൻ ജനാലയ്ക്കരികിൽ നിൽക്കെ ഇറച്ചിക്കറിയിൽ മയക്കുമരുന്ന് ചേർത്തിരിക്കുമെന്ന് അവൾ കരുതുന്നു. കാണാതായ കുതിര ആ താണനിലത്ത് സംഘടന നടന്നിടത്ത് നിന്നതിൻ്റെ സംശയാതീതമായ തെളിവുണ്ട്. എന്തായാലും പിന്നീട് അതിനെ കണ്ടിട്ടേയില്ല. ഇത്രയുമാണ് കേസിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി പോലീസിൻ്റെ അന്വേഷണം എത്രത്തോളമായിട്ടുണ്ടെന്ന് കൂടി പറയാം. കേസ് അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറി വളരെ സമർത്ഥനായ ഒരു ഓഫീസറാണ്. സംഭവസ്ഥലം സന്ദർശിച്ച് അധികം വൈകാതെ അയാൾ കുറ്റവാളിയെന്ന് തോന്നിയ ആളെ കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തു.
നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചു വീടുകളിലൊന്നിൽ താമസിച്ചിരുന്ന അയാളെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. ഫിറ്റ്സ്റോയ് സിംസൺ എന്നാണ് അയാളുടെ പേര്. ഉന്നത കുലജാതനും വിദ്യാസമ്പന്നനുമൊക്കെയാണ്. പക്ഷേ കുതിരപ്പന്തയത്തിലുള്ള ഭ്രമം അയാളെ പാപ്പരാക്കി. അയാളുടെ ഡയറിയിൽ നിന്ന് അടുത്തു നടക്കുന്ന മത്സരത്തിലും 5000 പവൻ്റെ പന്തയം കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അറസ്റ്റ് ചെയ്തപ്പോൾ തലേന്നു രാത്രി ലായത്തിൽ പോയ വിവരം അയാൾ നിഷേധിച്ചില്ല. എങ്കിലും തനിക്ക് ദുരുദ്ദേശമൊന്നുമില്ലായിരുന്നെന്നും നേരിട്ട് വിവരം ശേഖരിക്കാൻ പോയതാണെന്നും പറഞ്ഞു. അയാളുടെ മഫ്ലറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ വിളറിപ്പോയി. അതെങ്ങനെ കൊല്ലപ്പെട്ടയാളിൻ്റെ കയ്യിൽ വന്നുവെന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമില്ല. തലേന്നു രാത്രി മഴയത്ത് പുറത്തിറങ്ങിയിരുന്നുവെന്നതിന് അയാളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇതൊക്കെയാണെങ്കിലും അയാളുടെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലായിരുന്നു. സ്ട്രേക്കറുടെ കത്തിയിൽ നിന്നും അയാളുടെ ആക്രമണകാരികളിൽ ഒരാൾക്കെങ്കിലും ഒരു മുറിവെങ്കിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹോംസ് സ്വതസിദ്ധമായ ശൈലിയിൽ സുവ്യക്തമായി മുമ്പിൽ വെച്ച കാര്യങ്ങൾ ഞാൻ അതീവ ശ്രദ്ധയോടെ കേട്ടു. തലച്ചോറിനേറ്റ മുറിവിൻ്റെ ഫലമായി മരണപ്പിടിച്ചിലിനിടയിൽ സ്ട്രേക്കറുടെ സ്വന്തം കത്തി കൊണ്ട് തന്നെ അയാളുടെ തുടയിൽ മുറിവേറ്റതായി കൂടെ? ഞാൻ ചോദിച്ചു. ആകാം, ഹോംസ് പറഞ്ഞു. അത് സംഭവ്യമാണ്. പോലീസിൻ്റെ സിദ്ധാന്തം എന്താണാവോ? പോലീസ് കരുതുന്നത് ഫിറ്റ്സ്റോയ് സിംസൺ പയ്യനെ മരുന്ന് കൊടുത്ത് മയക്കിയിട്ട് കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലായത്തിൻ്റെ കതക് തുറന്ന് കുതിരയെ പുറത്തു കൊണ്ടുവന്നു. ചതുപ്പുനിലത്തിലൂടെ കുതിരയെ കൊണ്ടുപോകുമ്പോൾ ശിക്ഷകൻ അയാളെ കണ്ടു. അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സിംസൺ വടികൊണ്ടടിച്ച് സ്ട്രേക്കറുടെ തല പൊട്ടിച്ചു. സ്ട്രേക്കറുടെ കയ്യിൽ ചെറിയ കത്തിയുണ്ടായിരുന്നെങ്കിലും സിംസണ് മുറിവൊന്നും പറ്റിയില്ല. കള്ളൻ കുതിരയെ ഏതോ രഹസ്യസ്ഥാനത്ത് ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കണം. ഇതാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും നാം സംഭവസ്ഥലത്തെത്തിയാലുടൻ ഞാൻ അന്വേഷണം തുടങ്ങും. താവിസ്റ്റോക്ക് എന്ന ചെറിയ പട്ടണത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ സമയം സായങ്കാലമായി. ഒരു പരിചയുടെ പിടിപോലെ വിശാലമായ ചതുപ്പ് പ്രദേശത്തിൻ്റെ മധ്യത്തിൽ അത് ഉയർന്നു നിന്നു. സ്റ്റേഷനിൽ 2 മാന്യന്മാർ ഞങ്ങളെ പ്രതീക്ഷിച്ചു നിന്നിരുന്നു. ഒരാൾ പ്രസിദ്ധ സ്പോർട്സ്മാനായ കേണൽ റോസ് ആയിരുന്നു. മറ്റേയാളാണ് ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് സർവീസിൽ പേരെടുത്തു വരുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറി. മിസ്റ്റർ ഹോംസ്, താങ്കൾ എത്തിയതിൽ സന്തോഷമുണ്ട്, കേണൽ പറഞ്ഞു. ഈ നിൽക്കുന്ന ഇൻസ്പെക്ടർ തന്നാൽ കഴിവുള്ളതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും പാവം സ്ട്രേക്കറുടെ വധത്തിന് പകരം വീട്ടാനും എൻ്റെ കുതിരയെ കണ്ടുകിട്ടുന്നതിനും വേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഡെവൺഷറിലെ പഴയ വിശാലമായ തെരുവിലൂടെ ഞങ്ങൾ 4 പേർ തുറന്ന വണ്ടിയിൽ സഞ്ചരിച്ചു. ഇൻസ്പെക്ടർ ഗ്രിഗറി കേസിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഹോംസ് മൂളിക്കേൾക്കുക മാത്രം ചെയ്തു. ഫിറ്റ്സ്റോയ് സിംസൺ തന്നെയാണ് നമ്മുടെ പുള്ളി. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുണ്ട്. പന്തയക്കുതിരയുടെ തിരോധാനത്തിൽ അയാൾ തൽപരനാണ്. കാവൽക്കാരന് വിഷം കൊടുത്തത് അയാളാണെന്ന് അനുമാനിക്കാം. മഴയത്ത് രാത്രി അയാൾ പുറത്തിറങ്ങിയിരുന്നു. കയ്യിൽ ഖനമുള്ള വടിയുണ്ടായിരുന്നു. അയാളുടെ മഫ്ലർ കൊല്ലപ്പെട്ടയാളിൻ്റെ കയ്യിൽ കാണപ്പെടുകയും ചെയ്തു. കോടതിയുടെ മുന്നിൽ ഇത്രയും പോരെ? ഹോംസ് തലയാട്ടി. സമർത്ഥനായ ഒരു വക്കീൽ ഇതെല്ലാം പിച്ചി ചീന്തിക്കളയും. അയാൾക്ക് കുതിരയെ ലായത്തിന് പുറത്തു കൊണ്ടുപോകേണ്ട ആവശ്യമെന്ത്? മുറിവേൽപ്പിക്കാനാണെങ്കിൽ അതിനകത്ത് വെച്ച് തന്നെ ആയിക്കൂടെ? കള്ളത്താക്കോൽ അയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തോ? ഏതു കടയിൽ നിന്നാണ് അയാൾ മയക്കുമരുന്ന് വാങ്ങിയത്? ഇതിനെല്ലാം പുറമെ തനിക്ക് പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഒരു കുതിരയെ എവിടെ ഒളിച്ചു വയ്ക്കും? കാവൽക്കാരന് കൊടുക്കാനായി ജോലിക്കാരിയെ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച കടലാസ് എന്താണെന്നാണ് അയാൾ പറഞ്ഞത്? 10 പവൻ്റെ ഒരു നോട്ടാണെന്ന് പറയുന്നു. അയാളുടെ പേഴ്സിൽ അത്തരമൊരു നോട്ടുണ്ടായിരുന്നു. താങ്കളുടെ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വലിയ പ്രയാസമില്ല. അയാൾക്ക് ഈ സ്ഥലം അപരിചിതമല്ല. ഈ വേനൽക്കാലത്ത് 2 പ്രാവശ്യം അയാൾ താവിസ്റ്റോക്കിൽ താമസിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ലണ്ടനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാകാം. ഉപയോഗം കഴിഞ്ഞ കള്ളത്താക്കോൽ ദൂരെ കളഞ്ഞിരിക്കും. കുതിരയെ ചതുപ്പുനിലത്തിലെ പഴയ ഖനികളിലൊന്നിലോ ഏതെങ്കിലും കുഴിയിലോ തള്ളിയിട്ടിരിക്കും. മഫ്ലറിനെപ്പറ്റി അയാൾ എന്തു പറയുന്നു? അത് തൻ്റേതാണെന്ന് സമ്മതിക്കുന്നു. കളഞ്ഞു പോയതാണത്രേ. തൊട്ടടുത്ത് പന്തയക്കുതിരകളെ പാർപ്പിച്ചിട്ടുള്ള മറ്റൊരു ലായമുണ്ടെന്ന് കേട്ടല്ലോ. ഉണ്ട്, അക്കാര്യവും അവഗണിക്കാൻ പാടില്ല. അവരുടെ കുതിര ദൈസ്ബറോ പന്തയത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്. സിൽവർ ബ്ലേസ് മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. അവരുടെ ശിക്ഷകൻ സിലാസ് ബ്രൗൺ തൻ്റെ കുതിരയുടെ മേൽ വളരെ വലിയ തുക പന്തയം കെട്ടിയിട്ടുണ്ട് പോലും.
പാവം സ്ട്രേക്കറോട് അയാൾ സ്നേഹത്തിലായിരുന്നുമില്ല. പക്ഷേ അയാളുടെ ലായം ഞങ്ങൾ പരിശോധിച്ചതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും കിട്ടിയില്ല. സിംസണ് മേപ്പിൾട്ടൺ ലായവുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? ഒരു തെളിവുമില്ല. ഹോംസ് വണ്ടിയിൽ ചാരിയിരുന്നു. സംഭാഷണം അവസാനിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് വണ്ടി ഇഷ്ടിക കൊണ്ട് പണിത ഒരു ചെറിയ വീടിന് മുന്നിൽ നിന്നു. കുറേ ദൂരെ ഒരു പറമ്പിനപ്പുറം ഓടുമേഞ്ഞ നീണ്ട കുതിരാലയം കണ്ടു. മറ്റെല്ലാ ദിക്കുകളിലും കണ്ണെത്താത്ത ദൂരം വരെ ചതുപ്പ് പ്രദേശം വ്യാപിച്ചു കിടന്നു. പടിഞ്ഞാറ് മാറി കാണപ്പെട്ട ഒരു പറ്റം കെട്ടിടങ്ങളായിരുന്നു മേപ്പിൾട്ടൺ ലായം. നേരെ പോയി സംഭവസ്ഥലം കാണുകയല്ലേ മിസ്റ്റർ ഹോംസ്? ഗ്രിഗറി ചോദിച്ചു. അല്ല, ഇവിടെ തന്നെ അല്പനേരം നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിശദമായി മനസ്സിലാക്കാനുണ്ട്. സ്ട്രേക്കറെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്, മുകളിൽ കിടത്തിയിരിക്കുന്നു. ഇൻക്വസ്റ്റ് നാളെയാണ്. മരണസമയത്ത് അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലേ ഇൻസ്പെക്ടർ? സാധനങ്ങളെല്ലാം താഴത്തെ മുറിയിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പോയി നോക്കാം. വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും മുറിക്കകത്ത് കയറി മേശയ്ക്ക് ചുറ്റുമിരുന്നു. ഇൻസ്പെക്ടർ ചതുരാകൃതിയുള്ള ഒരു തകരപ്പെട്ടി തുറന്ന് മേശപ്പുറത്ത് കുടഞ്ഞിട്ടു. ഒരു തീപ്പെട്ടി, 2 ഇഞ്ച് നീളം വരുന്ന ഒരു മെഴുകുതിരി, പുകവലിക്കുന്നതിനുള്ള പൈപ്പ്, നീർനായ തോലിൽ നിർമ്മിച്ച ചെറിയ സഞ്ചിക്കകത്ത് മുറിച്ചുവെച്ച കുറേ പുകയില, സ്വർണ്ണ ചെയിനുള്ള ഒരു വെള്ളി വാച്ച്, 5 പവൻ്റെ സ്വർണ്ണ നാണയങ്ങൾ, പെൻസിലിടുന്ന പെട്ടി, കുറച്ചു കടലാസുകൾ, ആനക്കൊമ്പിൻ്റെ പിടിയുള്ള മടക്കാനാവാത്ത വളരെ ലോലമായൊരു കത്തി. ഇത്രയും ഉണ്ടായിരുന്നു. കത്തി കയ്യിലെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഹോംസ് പറഞ്ഞു, ഇത് വളരെ വിചിത്രമായ കത്തിയാണ്. ഇതിൽ രക്തം പുരണ്ട പാട് കാണുന്നു. ഇത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, ഞാൻ പറഞ്ഞു. ഈ കടലാസുകളെല്ലാം എന്താണ്? വൈക്കോൽ വാങ്ങിയതിൻ്റെ ബില്ലാണ് 3 എണ്ണം. ഒന്ന് കേണൽ റോസിൻ്റെ ഒരു കത്ത്. ഇത് ഒരു സ്ത്രീയുടെ ഉടുപ്പ് തയ്പ്പിച്ച ബില്ലാണ്. 37 പവൻ 15 ഷില്ലിംഗ്. ബോണ്ട് സ്ട്രീറ്റിലെ മാഡം ലേഷൂറിയർ വില്യം ഡെർബിഷെയർ എന്നയാൾക്ക് കൊടുത്തത്. ഡെർബിഷെയർ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹിതനാണെന്നാണ് മിസ്സസ് സ്ട്രേക്കർ പറയുന്നത്. അവരുടെ പേർക്കുള്ള കത്തുകൾ ചിലപ്പോൾ ഇങ്ങോട്ടാണ് അയക്കാറുള്ളതത്രേ. ഇനി കൂടുതലൊന്നും മനസ്സിലാക്കാനില്ലെന്ന് തോന്നുന്നു. നമുക്ക് കൃത്യം നടന്ന സ്ഥലം പോയി കാണാം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി വരാന്തയിൽ കാത്തു നിന്നിരുന്ന ഒരു സ്ത്രീ ഒരു ചുവട് മുന്നോട്ട് വെച്ച് ഇൻസ്പെക്ടറുടെ കയ്യിൽ സ്പർശിച്ചു. വിളറി അവശയായിരുന്ന അവളുടെ മുഖത്ത് അടുത്തു കഴിഞ്ഞ ഭയാനക സംഭവത്തിൻ്റെ ശോകഛായ പടർന്നിരുന്നു. അവരെ കിട്ടിയോ? കണ്ടുപിടിച്ചോ? അവർ കിതച്ചു. ഇല്ല മിസ്സസ് സ്ട്രേക്കർ, ഇതാ മിസ്റ്റർ ഹോംസ് ലണ്ടനിൽ നിന്ന് നമ്മെ സഹായിക്കാനെത്തിയതാണ്. അദ്ദേഹം കഴിവുള്ളതെല്ലാം ചെയ്യും. അവർ നടന്ന് മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തെത്തി. ഒരു കിണ്ണത്തിൻ്റെ ആകൃതിയിൽ മദ്യം കുഴിഞ്ഞുതാണ സ്ഥലമായിരുന്നു അത്. അതിൻ്റെ കരയിൽ മുൾച്ചെടികൾ വളർന്നു നിന്നിരുന്നു. അതിലൊന്നിലാണ് സ്ട്രേക്കറുടെ കോട്ട് തൂക്കിയിട്ടിരുന്നത്. കഴിഞ്ഞ രാത്രി കാറ്റില്ലായിരുന്നല്ലോ? ഹോംസ് ചോദിച്ചു. ഇല്ല, പക്ഷേ ശക്തിയായി മഴയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഓവർകോട്ട് കാറ്റടിച്ച് അവിടെ വീണതായിരിക്കാനിടയില്ല. തൂക്കിയിട്ടത് തന്നെ. അതെ, ചെടിയിൽ തൂക്കിയിട്ടിരുന്നു. ഈ സഞ്ചിയിൽ സ്ട്രേക്കർ ധരിച്ചിരുന്ന ഒരു ഷൂ, ഫിറ്റ്സ്റോയ് സിംസന്റെ ഒരു ഷൂ, സിൽവർ ബ്ലേസിൻ്റെ ലാടം, ഇത്രയുമുണ്ട്. ഇൻസ്പെക്ടർ, നിങ്ങൾ അതിസമർത്ഥൻ തന്നെ. ഹോംസ് സഞ്ചി കയ്യിൽ വാങ്ങി താഴേക്കിറങ്ങി. കുനിഞ്ഞു നിന്ന് ചവിട്ടി കുഴച്ചിട്ടിരുന്ന മണ്ണ് കുറേ നേരം പരിശോധിച്ചു. ഹലോ, ഇതെന്താണ്? അദ്ദേഹം പകുതി കത്തിയ ഒരു തീപ്പെട്ടിക്കോൽ കയ്യിലെടുത്തു. അതാകെ ചെളി പുരണ്ടിരുന്നു. തുടർന്ന് ഷൂ ഓരോന്നായി സഞ്ചിയിൽ നിന്നെടുത്ത് നിലത്തുള്ള അടയാളങ്ങളുമായി ഒത്തുനോക്കിയിട്ട് ഹോംസ് കരയ്ക്കു കയറി. ചുറ്റും നിന്നിരുന്ന പന്നച്ചെടികളുടെയും മുൾച്ചെടികളുടെയും ഇടയിലൊക്കെ നിരീക്ഷണം നടത്തി. ഇവിടെ വേറെ അടയാളങ്ങളൊന്നും ഞാൻ കണ്ടില്ല, ഇൻസ്പെക്ടർ പറഞ്ഞു. ഓരോ ദിക്കിലും 300 അടി ദൂരം വരെ ഞാൻ പരിശോധിച്ചതാണ്. അങ്ങനെയോ? ഹോംസ് എണീറ്റു. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ വീണ്ടും ഞാൻ പരിശോധിക്കുന്നത് അധിക പ്രസംഗമാണ്. ഇരുട്ടുന്നതിന് മുമ്പ് ഈ തുറന്ന സ്ഥലത്തുകൂടെ അല്പം നടക്കാൻ പോകുന്നു. നാളെ സ്ഥലം തിരിച്ചറിയണമല്ലോ. ക്ഷമ നശിച്ചു തുടങ്ങിയ കേണൽ റോസ് വാച്ചിൽ നോക്കി. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ? മത്സരത്തിനുള്ള ലിസ്റ്റിൽ നിന്നും നമ്മുടെ സിൽവർ ബ്ലേസിൻ്റെ പേര് നീക്കം ചെയ്യണ്ട. കേണൽ തലകുനിച്ചു. താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കൾ നടന്നിട്ട് വരുമ്പോൾ ഞങ്ങൾ സ്ട്രേക്കറുടെ വീട്ടിലുണ്ടായിരിക്കും. നമുക്കൊരുമിച്ച് താവിസ്റ്റോക്കിലേക്ക് പോകാം.
അദ്ദേഹം ഇൻസ്പെക്ടറോടൊപ്പം പോയി. ഞാനും ഹോംസും തിരിഞ്ഞു നടന്നു. മേപ്പിൾട്ടണിലെ കുതിരാലയത്തിന് പുറത്ത് സൂര്യൻ മറയാൻ തുടങ്ങുന്നു. ഇതിലേ വരൂ വാട്സൺ, അവസാനം അദ്ദേഹം പറഞ്ഞു. ജോൺ സ്റ്റേക്കറെ വധിച്ചത് ആരാണെന്നുള്ള ചോദ്യം തൽക്കാലത്തേക്ക് നമുക്ക് വിട്ടുകളയാം. കുതിരയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ആ സംഭവത്തിന് ശേഷം അതവിടെ നിന്ന് ഓടിക്കളഞ്ഞെന്ന് കരുതിയാൽ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? കുതിര കൂട്ടായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണ്. അഴിച്ചുവിട്ടാൽ ഒന്നുകിൽ അത് കിങ്സ്പൈ ലാൻഡിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ മേപ്പിൾട്ടൺ ലയത്തിൽ ചെന്നു ചേരും. ചതുപ്പുനിലത്തിൽ അലഞ്ഞു നടക്കേണ്ട ഒരു കാര്യവുമില്ല. ജിപ്സികൾ കുതിരയെ തട്ടിക്കൊണ്ടു പോകുമോ? കുഴപ്പമുണ്ടാകുന്നിടത്തൊന്നും ഇക്കൂട്ടർ തലയിടാറില്ല. പോലീസ് ശല്യപ്പെടുത്തുന്നതും അവർക്കിഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതെവിടെ പോയി? കിങ്സ്പൈ ലാൻഡിൽ ഇല്ലാത്ത സ്ഥിതിക്ക് മേപ്പിൾട്ടണിൽ ഉണ്ടാവണം. അങ്ങനെ സങ്കല്പിച്ച് നമുക്ക് അന്വേഷണം തുടങ്ങാം. ഇതിലെയാണ് മേപ്പിൾട്ടണിലേക്ക് പോകേണ്ടത്. തിങ്കളാഴ്ച രാത്രി അവിടെ നല്ലപോലെ നനഞ്ഞിരിക്കും. നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ കുതിര അതിലേ കടന്നുപോയപ്പോൾ അവിടെ കുളമ്പടയാളം പതിഞ്ഞിരിക്കും. ഹോംസ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലത്തെ കരയിലൂടെയും ഹോംസ് ഇടതുവശത്തുകൂടെയും നടന്നു. ഞാൻ 50 ചുവട് നടന്നില്ല. അതിനു മുമ്പേ ഹോംസിൻ്റെ ശബ്ദം കേട്ടു. അവിടെ മാർദ്ദവമുള്ള മണ്ണിൽ കുതിരക്കുളമ്പടയാളം വ്യക്തമായി പതിഞ്ഞിരുന്നു. ഭാവനാശക്തി കൊണ്ടുള്ള പ്രയോജനം കണ്ടോ? ഹോംസ് ചോദിച്ചു. എന്തു സംഭവിച്ചിരിക്കുമെന്ന് നാം ഭാവനയിൽ കണ്ടു. സങ്കല്പം ശരിയാണെന്ന് തെളിഞ്ഞു. ഇനി മുന്നോട്ട് പോകാം. വീണ്ടും ഉണങ്ങിയ പുൽമേട്ടിലൂടെ കുറേ ദൂരം ചെന്നപ്പോൾ കുളമ്പടയാളം കണ്ണിൽപ്പെട്ടു. പിന്നെയും അരമയിൽ ഉറച്ച തറയിലൂടെ നടന്നു. അതുകഴിഞ്ഞ് മേപ്പിൾട്ടണിനടുത്തായി കുളമ്പടയാളം മാത്രമല്ല, സമീപത്തുകൂടി ഒരാൾ നടന്ന പാടുകളും കാണാനുണ്ട്. ഇവിടെ കുതിര തനിച്ചല്ല, ഞാൻ വിളിച്ചു പറഞ്ഞു. മേപ്പിൾട്ടണിലെ കുതിരാലയത്തിലേക്കുള്ള കീലിട്ട പാതയിൽ കുളമ്പടയാളങ്ങൾ അവസാനിച്ചു. ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഒരു ജോലിക്കാരൻ ഓടി വന്നു. ഇവിടെങ്ങും ഇങ്ങനെ ചുറ്റി നടക്കാൻ പാടില്ല, അവൻ പറഞ്ഞു. ഒരു കാര്യം അറിയാനാണ്, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ യജമാനൻ മിസ്റ്റർ സിലോസ് ബ്രൗണിനെ അതിരാവിലെ വന്നാൽ കാണാൻ പറ്റുമോ? നാളെ രാവിലെ 5 മണിക്ക് വന്നാൽ? തീർച്ചയായും. ഇവിടെ ആദ്യം ഉറക്കമണിയിക്കുന്നത് അദ്ദേഹമാണ്. ഇതാ അദ്ദേഹം തന്നെ വരുന്നു, ചോദിച്ചോളൂ. ഉഗ്രരൂപിയായ ഒരു വൃദ്ധൻ കയ്യിൽ ചാട്ടക്കമ്പും ചുഴറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നു. ദാസൻ, എന്താണിവിടെ? അയാൾ അലറി. വെടിപറച്ചിലൊന്നും വേണ്ട, പോയി നിന്റെ ജോലി നോക്ക്. നിങ്ങളെന്തിനും ഇവിടെ വന്നു? സർ, ഒരു 10 മിനിറ്റ് താങ്കളോടൊന്ന് സംസാരിച്ചോട്ടെ, ഹോംസ് മധുരമായ സ്വരത്തിൽ അപേക്ഷിച്ചു. കണ്ട തെണ്ടികളോടൊക്കെ സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇവിടെ ചുറ്റി നടക്കണ്ട, വേഗം പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ പട്ടി അഴിച്ചുവിടും. ഹോംസ് മുന്നോട്ട് ചെന്ന് ആ അശ്വശിക്ഷകൻ്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. അയാൾ ഞെട്ടിത്തെറിച്ചുപോയി. മുഖം ചുവന്നു തൊടുത്തു. അത് കള്ളം, പച്ചക്കള്ളം, അയാൾ അട്ടഹസിച്ചു. ശരി, നമുക്ക് അതിവിടെ വെച്ച് പരസ്യമായി ചർച്ച ചെയ്യണോ അതോ റൂമിൽ ചെന്ന് മതിയോ? എന്നാൽ അകത്തേക്ക് വരൂ, ഹോംസ് ചിരിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞു. ഹോംസും ശിക്ഷകനും മടങ്ങി വന്നപ്പോൾ ആകാശത്തിലെ ചുവപ്പ് നിറം മാറി ചാരനിറമായിരുന്നു. സിലാസ് ബ്രൗണിൻ്റെ മുഖത്തിനും എന്തൊരു മാറ്റം! ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ ഇതെങ്ങനെ സംഭവിച്ചു? അയാളുടെ മുഖം വിളറിയിരുന്നു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. വിറയ്ക്കുന്ന കയ്യിലിരുന്ന ചാട്ട കാറ്റിൽപ്പെട്ട വൃക്ഷശിഖരം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. അധികാരം, തൻ്റെ ഇടം എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. എൻ്റെ സ്നേഹിതൻ്റെ ചാരത്ത് യജമാനൻ്റെ കൂടെ നായെന്ന പോലെ ഒതുങ്ങിക്കൂടി അയാൾ നിന്നു. അങ്ങ് പറയുന്നത് പോലെ അനുസരിക്കാം, അതുപോലെ ചെയ്യാം, അയാൾ പറഞ്ഞു. ശരി, നാളെ ഞാൻ വിവരം അറിയിക്കാം. അയാളുടെ നീട്ടിയ വിറയ്ക്കുന്ന കരത്തെ അവഗണിച്ച് ഹോംസ് തിരിഞ്ഞു നടന്നു. ഞങ്ങൾ കിങ്സ്പൈ ലാൻഡിലേക്ക് തിരിച്ചു. ധിക്കാരിയും ഭീരവും നീചനും ഒക്കെ കൂടി ചേർന്നതാണ് ഈ സിലാസ് ബ്രൗൺ. അയാളെപ്പോലെ ഒരുവനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, നടക്കുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു. കുതിര അയാളുടെ പക്കൽ തന്നെയുണ്ട്. ആദ്യം എന്നെ വിരട്ടാൻ നോക്കി. പക്ഷേ അന്ന് വെളുപ്പാൻ കാലത്തെ അയാളുടെ പ്രവൃത്തികൾ ഓരോന്നും ഞാൻ വിവരിച്ചു കേട്ടപ്പോൾ ഞാനതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നുവെന്ന് അയാൾ ധരിച്ചു. പതിവ് പോലെ അയാൾ ഉണർന്നു പുറത്തു വന്നപ്പോൾ കുതിര അലഞ്ഞു നടക്കുന്നത് കണ്ടത് എങ്ങനെയെന്നും സമീപത്ത് ചെന്നപ്പോൾ സിൽവർ ബ്ലേസ് എന്ന പേരിനു കാരണമായ നെറ്റിയിലെ വെളുത്ത അടയാളം കണ്ട് തിരിച്ചറിഞ്ഞത് ഏതുവിധമാണെന്നും തൻ്റെ കുതിരയെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരെണ്ണം ഭാഗ്യവശാൽ വന്നു ചേർന്നപ്പോൾ
മത്സരം കഴിയുന്നതുവരെ ഒളിപ്പിച്ചു വയ്ക്കാമെന്ന് തീരുമാനിച്ചതെങ്ങനെയെന്നുമൊക്കെ ഞാൻ വിവരിച്ചപ്പോൾ അയാൾ പരാജയം സമ്മതിച്ചു. എങ്ങനെയെങ്കിലും മാനം രക്ഷിച്ചാൽ മതിയെന്നായി. പക്ഷേ അയാളുടെ കുതിരാലയം നേരത്തെ പോലീസ് പരിശോധിച്ചെന്നാണല്ലോ പറഞ്ഞത്. പോലീസിനെ കബളിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ഏതായാലും കുതിരയെ കണ്ടുകിട്ടിയ സ്ഥിതിക്ക് ഇനി ജോൺ സ്ട്രേക്കറുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്നോ? ഇല്ല, ഇന്നു രാത്രിയിലെ വണ്ടിയിൽ ലണ്ടനിലേക്ക് മടങ്ങണം. എൻ്റെ സ്നേഹിതൻ്റെ വാക്കുകേട്ട് ഞാൻ അമ്പരന്നു പോയി. വിജയപ്രതീക്ഷയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. വിവരമറിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ കണ്ണുമിഴിച്ചു. വെറുപ്പുകൊണ്ട് കേണലിൻ്റെ ചുണ്ടു വക്രിച്ചു. അപ്പോൾ പാവം സ്ട്രേക്കറുടെ കൊലപാതകയെ പിടികൂടാൻ നിങ്ങൾക്ക് കഴിവില്ല അല്ലേ? ഹോംസ് തോൾ കുലുക്കിയിട്ട് പറഞ്ഞു. ചില പ്രധാന പ്രതിബന്ധങ്ങൾ നേരിട്ടിരിക്കുന്നു. എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും നിങ്ങളുടെ കുതിര ചൊവ്വാഴ്ച മത്സരത്തിൽ പങ്കെടുക്കും. കുതിരക്കാരനെ തയ്യാറാക്കി നിർത്തിയേക്കൂ. മിസ്റ്റർ ജോൺ സ്ട്രേക്കറുടെ ഒരു ഫോട്ടോ കിട്ടാനുണ്ടോ? ഇൻസ്പെക്ടർ ഒരു കവറിൽ നിന്നും ഫോട്ടോ എടുത്തു കൊടുത്തു. ശരി, നമുക്ക് താവിസ്റ്റോക്കിലേക്ക് പോകാം. വണ്ടി കയറാൻ തുടങ്ങവേ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ടുവന്ന ലായത്തിലെ ജോലിക്കാരൻ പയ്യന്റെ ചുമലിൽ തട്ടി ഹോംസ് ചോദിച്ചു. പറമ്പിൽ കുറെ ആടുകൾ നിൽക്കുന്നത് കണ്ടല്ലോ. അടുത്ത കാലത്ത് അവയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായതായി തോന്നിയിട്ടുണ്ടോ? കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ 3 മുടന്തി നടക്കുന്നു. അതുകേട്ട് ഹോംസ് അതിയായി സന്തോഷിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞ് ഞാനും ഹോംസും വിഞ്ചസ്റ്ററിലേക്കുള്ള തീവണ്ടിയിൽ വെസക്സ് കപ്പിനുള്ള കുതിരപ്പന്തയം കാണാൻ പുറപ്പെട്ടു. നേരത്തെ അറിയിച്ചതനുസരിച്ച് കേണൽ റോസ് സ്റ്റേഷന് പുറത്ത് ഞങ്ങളെ കാത്തുനിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ തുറന്ന കുതിരവണ്ടിയിൽ ഞങ്ങൾ പന്തയം നടക്കുന്ന മൈതാനത്തിലേക്ക് പോയി. ഗൗരവം വിടാതെ തണുപ്പൻ മട്ടിലായിരുന്നു കേണലിൻ്റെ പെരുമാറ്റം. എൻ്റെ കുതിരയെ ഇതുവരെ കണ്ടില്ലല്ലോ, അയാൾ പറഞ്ഞു. അതിനെ കണ്ടാൽ താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ കരുതട്ടെ? ഹോംസ് ചോദിച്ചു. ദേഷ്യം കൊണ്ട് കേണലിൻ്റെ മുഖം ചുവന്നു. കഴിഞ്ഞ 20 കൊല്ലമായി കുതിരകളെ വളർത്തുന്നു. ഇത്തരമൊരു ചോദ്യം ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. നെറ്റിയിലെ വെളുത്തടയാളവും മുൻകാലിലെ പുള്ളികളും കൊണ്ട് ഒരു കൊച്ചുകുട്ടി പോലും സിൽവർ ബ്ലേസിനെ തിരിച്ചറിയും. പന്തയത്തിൻ്റെ നിലവാരം എങ്ങനെ? കേണൽ പറഞ്ഞു. നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഒരെണ്ണത്തിൽ മാത്രം എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുകയാണ്. ഓ, അതാ നോക്കൂ, സിൽവർ ബ്ലേസിൻ്റെ പേര് 1-ാം സ്ഥാനത്ത്. അതാ എല്ലാം വന്നു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. 6 എണ്ണവുമുണ്ട്. അപ്പോൾ എൻ്റെ കുതിരയുമുണ്ട്. കേണൽ ആവേശം കൊണ്ടു. പക്ഷേ അതെവിടെ? എൻ്റെ കുതിരക്കാരൻ്റെ നിറം എവിടെ? ഇപ്പോൾ വരും. 5 എണ്ണം കടന്നുപോയി. അതാ 6ാമതായി വരുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശക്തനായ ഊതനിറത്തിലുള്ള ഒരു കുതിര പാഞ്ഞു വന്നു. അതിൻ്റെ പുറത്തിരുന്നയാൾ കേണലിൻ്റെ നിറമായ കറുത്ത തൊപ്പിയും ചുവന്ന കുപ്പായവും അണിഞ്ഞിരുന്നു. അതെൻ്റെ കുതിരയല്ല, ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പുറത്ത് വെളുത്ത ഒരു രോമം പോലുമില്ല. നിങ്ങൾ എന്തു ചെയ്തു മിസ്റ്റർ ഹോംസ്? നിൽക്കൂ, അതിൻ്റെ പ്രകടനം എങ്ങനെയെന്ന് നോക്കാം, ഹോംസ് കൂസാതെ പറഞ്ഞു. വണ്ടിയിലിരുന്നു തന്നെ ഞങ്ങൾക്ക് ഭംഗിയായി കാണാൻ കഴിഞ്ഞു. പകുതി ദൂരം വരെ മേപ്പിൾട്ടണിലെ മഞ്ഞനിറം മുമ്പിലായിരുന്നു. ഞങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് അതിനെ പിന്നിലാക്കി കേണലിൻ്റെ കുതിര കുതിച്ചു കയറി 1-ാം സ്ഥാനത്തായി. ഏതായാലും വിജയം എനിക്ക് തന്നെ, കേണൽ വാ പിളർന്നു നിന്നു. ഇതിൻ്റെ വാലും തലയും ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. മിസ്റ്റർ ഹോംസ്, ഇനിയെങ്കിലും രഹസ്യം എന്താണെന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായും പറയാം കേണൽ, എല്ലാം പറയാം. നമുക്കൊന്നിച്ചു പോയി കുതിരയെ കാണാം. ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിനടുത്തേക്ക് ചെന്നു. ഈ കുതിരയുടെ മുഖവും കാലുകളും സ്പിരിറ്റ് കൊണ്ട് കഴുകിയാൽ മതി. പഴയ സിൽവർ ബ്ലേസ് പ്രത്യക്ഷപ്പെടും, ഹോംസ് പറഞ്ഞു. നിങ്ങൾ എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഒരു തട്ടിപ്പുകാരൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിവനെ കണ്ടെടുത്തത്. കിട്ടിയ ഉടൻ തന്നെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു, ഹോംസ് വിശദീകരിച്ചു. പ്രിയപ്പെട്ട സർ, താങ്കൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. കുതിരയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഇത്ര ഭംഗിയായി ഇതിനു മുമ്പ് ഓടിയിട്ടില്ല. താങ്കളുടെ കഴിവിനെക്കുറിച്ച് സംശയിച്ചതിൽ ഞാൻ മാപ്പു ചോദിക്കുന്നു. ഇനി സ്ട്രേക്കറുടെ കൊലപാതകയെ കൂടി കണ്ടുപിടിച്ചാൽ അതിൽ പരം വലിയൊരു കാര്യമില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹോംസ് ശാന്തനായി പറഞ്ഞു. കേണലും ഞാനും മിഴിച്ചു നോക്കി.
കണ്ടുപിടിച്ചോ? എവിടെ അവൻ? ഇവിടെ തന്നെയുണ്ട്. ഇവിടെ? എവിടെ? ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. കേണലിൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകിൽ ഒരു വൃത്തികെട്ട നേരം പോക്ക് അഥവാ മര്യാദകേട്. ഷെർലക് ഹോംസ് ചിരിച്ചു. കേണൽ, കൊലപാതകവുമായി ഞാൻ നിങ്ങളെ ഒരിക്കലും ബന്ധപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിലുള്ള കുറ്റവാളി അതാ നിങ്ങളുടെ തൊട്ടുപിന്നിൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു വശത്തേക്ക് മാറി ആ പന്തയ കുതിരയുടെ മിനുമിനുപ്പാർന്ന കഴുത്തിൽ തട്ടി. കുതിരയോ? കേണലും ഞാനും ഒപ്പം നിലവിളിച്ചു പോയി. അതെ, ആ കുതിര തന്നെ. ആത്മരക്ഷാർത്ഥമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലുള്ള കുറ്റം ലഘൂകരിക്കപ്പെടും. ജോൺ സ്ട്രേക്കർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നില്ല. പിന്നീട് കുറെ കൂടി സൗകര്യമായി വിശദമായൊരു വിവരണം തരാം. അന്ന് വൈകുന്നേരം ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ ഒരു സ്ലീപ്പർ കോച്ചിൻ്റെ മൂലയിലിരുന്ന് ഞങ്ങൾ ഹോംസിൻ്റെ വിശദീകരണം ശ്രദ്ധിച്ചു കേട്ടു. തിങ്കളാഴ്ച രാത്രി ഡാർട്ട്മൂർ-ലായത്തിൽ നടന്ന സംഭവങ്ങളുടെയും അതിൻ്റെ രഹസ്യം അനാവരണം ചെയ്യാൻ ഹോംസ് പ്രയോഗിച്ച മാർഗത്തിൻ്റെയും വിവരണം കേട്ടിരുന്ന കേണൽ റോസും ഞാനും തീവണ്ടി ബഹുദൂരം സഞ്ചരിച്ചതറിഞ്ഞതേയില്ല. സിംസൺ തന്നെയാണ് പ്രതിയെന്ന ബോധത്തോടെയാണ് ഞാൻ ഡെവൺഷെയറിൽ ചെന്നത്. അയാൾക്കെതിരായുള്ള തെളിവുകൾ അപൂർണമാണെന്ന് എനിക്കറിയാമായിരുന്നു. വണ്ടിയിലിരിക്കവേ ട്രെയിനറുടെ വീടിനടുത്ത് എത്താറായപ്പോഴാണ് ഇറച്ചിക്കറിയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. എൻ്റെ അനുമാനങ്ങളിലെ ആദ്യത്തെ കണ്ണിയായിരുന്നു അത്. അപരിചിതനായ ഫിറ്റ്സ്റോയ് സിംസൺ ട്രെയിനറുടെ വീട്ടിൽ അന്നു രാത്രി ഇറച്ചിക്കറിയാണുള്ളതെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് മയക്കുമരുന്നുമായി വന്നു എന്ന് കരുതുക സാഹസമായിരിക്കും. അങ്ങനെ കരുതാൻ വയ്യ. അതുകൊണ്ട് സിംസണെ കേസിൽ നിന്ന് ഒഴിവാക്കാം. ഇനി ഇറച്ചിക്കറിയെക്കുറിച്ച് അറിവുള്ളവർ സ്ട്രേക്കറും ഭാര്യയുമാണ്. ജോലിക്കാരി കാണാതെ മയക്കുമരുന്ന് കലർത്താൻ ആർക്കാണ് അവസരം ലഭിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം കാണുന്നതിന് മുമ്പായി പട്ടിയുടെ നിശബ്ദത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിംസൺ സംഭവത്തിൽ നിന്നും ലായത്തിൽ ഒരു പട്ടിയുണ്ടായിരുന്നെന്നും ആരോ അകത്തു കടന്ന് കുതിരയെ അഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടും അത് കുരച്ച് മുകളിൽ ഉറങ്ങിക്കിടന്നവരെ ഉണർത്തിയില്ലെന്നും എനിക്ക് വ്യക്തമായി. അർദ്ധരാത്രിയിലെ നമ്മുടെ സന്ദർശകൻ പട്ടിക്ക് നല്ല പരിചയമുള്ളവനായിരിക്കണം. രാത്രിയുടെ നിശബ്ദതയിൽ ജോൺ സ്ട്രേക്കർ ലായത്തിൽ ചെന്ന് സിൽവർ ബ്ലേസിനെ പുറത്തു കൊണ്ടുവന്നു എന്ന് ഞാൻ തീർച്ചയാക്കി. എന്തായിരുന്നു ഉദ്ദേശം? സതുദ്ദേശമായിരിക്കില്ല, തീർച്ച. ശിക്ഷകർ തന്നെ സ്വന്തം കുതിരകൾക്കെതിരെ ചതിപ്രയോഗം നടത്തി മത്സരം ജയിക്കാതാക്കി വൻതുകകൾ തട്ടിയെടുത്ത സംഭവങ്ങൾ മുമ്പുമുണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ടോ? അയാളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ വസ്തുക്കളിൽ വല്ല തെളിവും കണ്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെളിവ് കിട്ടി. കൊല്ലപ്പെട്ടയാളിൻ്റെ കയ്യിലിരുന്ന വിചിത്രമായ കത്തിയുടെ കാര്യം മറന്നിട്ടില്ലല്ലോ. ഡോക്ടർ വാട്സൺ പറഞ്ഞതുപോലെ അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അന്നു രാത്രി ഏതോ ഓപ്പറേഷൻ നടക്കാനിരിക്കുന്നു. കുതിരയുടെ തുടയിൽ തൊലിക്ക് തൊട്ടു താഴെ മാംസപേശിയിൽ ചെറിയൊരു കീറലുണ്ടാക്കിയാൽ മുറിവ് പുറത്തു കാണുകയില്ലെന്ന് കുതിരകളുമായി വളരെ കാലത്തെ പരിചയമുള്ള കേണൽ റോസ് അങ്ങക്ക് അറിയാമല്ലോ. അങ്ങനെ ചെയ്താൽ കുതിരയ്ക്ക് ചെറിയൊരു മുടന്തുണ്ടാകും. വാദമോ വ്യായാമത്തിൽ പറ്റിയ തകരാറോ ആണെന്ന് കരുതുകയും ചെയ്യും. അട്ടിമറിയാണെന്ന് ആരും ഊഹിക്കുകയില്ല. തെമ്മാടി, വഞ്ചകൻ! കേണൽ ആക്രോശിച്ചു. ജോൺ സ്ട്രേക്കർ കുതിരയെ അകലെ കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? ഇത്ര ഊർജ്ജസ്വലനായ ഒരു മൃഗം കത്തി പുറത്തുകൊള്ളുമ്പോൾ ബഹളമുണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്നയാളെ ഉണർത്താതിരിക്കില്ല. അതുകൊണ്ട് തുറസായ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് സുരക്ഷിതം. ഞാനൊരു ബുദ്ധിശൂന്യൻ തന്നെ, കേണൽ വിലപിച്ചു. അതിനാണ് അയാൾ തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി കത്തിച്ചത്. സംശയമില്ല. അയാളുടെ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ കുറ്റം ചെയ്ത രീതി മാത്രമല്ല, അതിന് പ്രേരകമായ വസ്തുതകൾ കൂടി ഭാഗ്യവശാൽ ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരുടെ ബില്ലുകൾ നമ്മൾ പോക്കറ്റിലിട്ടു നടക്കുക സ്വാഭാവികമല്ലെന്നറിയാമല്ലോ. സ്ട്രേക്കർക്ക് ഇരട്ടമുഖമുണ്ടെന്നും രണ്ടു കുടുംബം പുലർത്തുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. ഒരു സ്ത്രീ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബില്ല് കണ്ടപ്പോൾ തെളിഞ്ഞു. വളരെ ആഡംബരപ്രിയയായ ഒരു സ്ത്രീ. മറ്റെല്ലാ കാര്യങ്ങളും പകൽ പോലെ സ്പഷ്ടമാണ്. സ്ട്രേക്കർ വെളിച്ചം പുറത്തു കാണാത്ത ഒരു താണ നിലത്തിലേക്ക് കുതിരയെ നയിച്ചു. സിംസൺ ഓടിപ്പോയപ്പോൾ നിലത്ത് വീണ മഫ്ലർ സ്ട്രേക്കർക്ക് കിട്ടി. കുതിരയുടെ കാല് കെട്ടാൻ ഉപയോഗിക്കാമെന്ന് കരുതി അയാളത് കയ്യിലെടുത്തിരിക്കും. ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്ന്
കുതിരയുടെ പിന്നിൽ നിന്ന് അയാൾ മെഴുകുതിരി കത്തിച്ചു. പെട്ടെന്ന് പ്രകാശം തട്ടിയപ്പോൾ മൃഗം ഭയപ്പെട്ടു. കൂടാതെ അപകടം മണത്തറിയാൻ മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. അത് പിൻകാലുകൊണ്ട് ചവിട്ടി. ലാടം തറച്ച കാലുകൾ കൊണ്ടുള്ള ഊക്കേറിയ അടിയേറ്റ് സ്ട്രേക്കർ നിലംപതിച്ചു. വീണപ്പോൾ കത്തി തുടയിൽ തുളച്ചു കയറി. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ? അത്ഭുതകരം, കേണൽ പറഞ്ഞു. അത്ഭുതമായിരിക്കുന്നു. താങ്കൾ ദൃക്സാക്ഷിയായിരുന്നെന്ന് തോന്നുന്നു. എൻ്റെ അവസാനത്തെ പ്രയോഗം വെറും പരീക്ഷണം മാത്രമായിരുന്നു. സ്ട്രേക്കറെപ്പോലെ കൂർമ്മബുദ്ധിയായ ഒരാൾ ഞരമ്പിന്മേലുള്ള അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ അല്പമെങ്കിലും പരിശീലനം കൂടാതെ ചെയ്യുമെന്ന് കരുതാൻ നിർവാഹമില്ലായിരുന്നു. ഏതു വിധത്തിലാണ് അയാൾ പരിശീലനം നേടുക? ആടുകളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എൻ്റെ ഊഹം ശരിയാണെന്ന് തെളിയിച്ചു. താങ്കൾ ഒന്നൊഴിച്ച് മറ്റെല്ലാം വിശദമാക്കി, കേണൽ പറഞ്ഞു. കുതിര എവിടെയായിരുന്നു? ഓ, അത് ഓടിപ്പോയി. നിങ്ങളുടെ ഒരയൽക്കാരൻ അതിനെ സൂക്ഷിച്ച് വളർത്തി. അയാൾക്ക് മാപ്പ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാഫാം ജംഗ്ഷനായി. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വിക്ടോറിയയിലെത്തും. ഹോംസ് നിഗൂഢമായൊരു കേസിനു കൂടി തുമ്പുണ്ടാക്കിയ സംതൃപ്തിയിൽ ലയിച്ചിരുന്നു.